ചാലക്കുടിയിൽ നമ്മൾ ആദ്യം പോകുന്നത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന പ്രത്യേകതയും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ഓവർബ്രിഡ്ജിൻ്റെ ആദ്യത്തെ ഓവർബ്രിഡ്ജിൻ്റെ താഴെയാണ്. ഈ ഒരു ഓവർബ്രിഡ്ജ് വന്നേ പിന്നെ ഇവിടുത്തെ ട്രാഫിക്കൊക്കെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് കൊച്ചി സേലം NH 544. 4 ഓവർബ്രിഡ്ജുകൾ കൂടിയുള്ള ടൗണാണ് ചാലക്കുടി. ഒന്നാമത്തെ പോട്ടയിലാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാലക്കുടി ടൗണിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. പിന്നെ 4ാമത്തെ ഓവർബ്രിഡ്ജ് വരുന്നത് ഡിവൈൻ നഗറിലാണ്. ചാലക്കുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ടൗണാണ് ചാലക്കുടി. ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ NH 544, SH 21 ഇതൊക്കെ കടന്നു പോകുന്ന ടൗണാണ് ചാലക്കുടി. സ്കൂളുകൾ, കോളേജുകൾ, സിനിമാ തിയേറ്ററുകൾ, ഹോസ്പിറ്റൽസ്, പിന്നെ എല്ലാ ബ്രാൻഡുകളും അടങ്ങിയ ഒട്ടനവധി എല്ലാ ബ്രാൻഡുകളും തന്നെയുള്ള ഷോപ്സുകളെല്ലാം ചാലക്കുടിയിൽ കാണാം. ഇതാണ് ചാലക്കുടി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള സുരഭി മൂവീസ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും വരുന്നത്. ഇനി ചാലക്കുടി ടൗണ് നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യുകയാണ്. എങ്കിൽ മാത്രമേ ചാലക്കുടി എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഇതാണ് കൊച്ചി സേലം ഹൈവേ NH 544. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തൃശ്ശൂർ എറണാകുളം റൂട്ടിലൂടെയാണ്. ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ ചാലക്കുടി കവർ ചെയ്ത് അങ്കമാലി, ആലുവ വഴി എറണാകുളം കൊച്ചി സിറ്റിയിലോട്ട് എത്താം. റോഡിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ചില സമയങ്ങളൊക്കെ റോഡ് ഡാമേജൊക്കെ വന്നിരുന്നു, അത് കൃത്യമായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ, അതായത് ചാലക്കുടി ടൗണിന് മുകളിലൂടെയുള്ള ആദ്യത്തെ ഓവർബ്രിഡ്ജിൽ കടന്നിരിക്കുകയാണ്. ആദ്യം ഈ ഒരു ഓവർബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് താഴെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഒരു 2 വർഷമൊക്കെയായി കാണും ഇപ്പോൾ ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിലെ വാഹനങ്ങൾ പോയി തുടങ്ങിയിട്ട്. ഇത് പണി കഴിക്കുന്ന സമയം തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഈ ഭാഗത്തെല്ലാം. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഈ റൂട്ടിലെ പല ഓവർബ്രിഡ്ജുകളും 6 വരിപ്പാതയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ റോഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ പല സ്ഥലത്തും 4 വരിയേ കാണാൻ പറ്റുള്ളൂ. റോഡ് ട്രാൻസ്പോർട്ടേഷന് വളരെയധികം സൗകര്യമുള്ളൊരു ടൗൺ തന്നെയാണ് ചാലക്കുടി എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് കേരളത്തിൻ്റെ ഏത് ദിക്കിലേക്കും സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഫാസ്റ്റ് പാസഞ്ചറും അതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ ആയിട്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് ചാലക്കുടി. തിരുവനന്തപുരത്തേക്കും കാസർഗോട്ടേക്കും പാലക്കാട് റൂട്ടിലേക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് ബസ് ഉണ്ടാവും. പിന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് തൊട്ടടുത്താണ് എന്നുള്ളതാണ് ചാലക്കുടിയുടെ മറ്റൊരു പ്രത്യേകത. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ മാത്രം മതി. നമ്മളീ പോകുന്ന റൂട്ട് തന്നെയാണ് നെടുമ്പാശ്ശേരിക്ക് പോകുന്നത്. ഇത് നമ്മളിപ്പം 2ാമത്തെ ഓവർബ്രിഡ്ജിലോട്ട് കയറി. ഇതാണ് ശരിക്കും ചാലക്കുടിയുടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ സുരഭി തിയേറ്റേഴ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ, അതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓവർബ്രിഡ്ജിൻ്റെ താഴെയാണ് ശരിക്കും ചാലക്കുടി ടൗൺ നിലനിൽക്കുന്നത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബിൽഡിംഗ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓവർബ്രിഡ്ജും ഇത് നേരത്തെ പണിതാണ്. ഇതും 6 വരി പാതയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഈ ഒരു സർവീസ് റോഡ് ഉണ്ടല്ലോ, ഈ സർവീസ് റോഡിൽ നിന്നാണ് ചാലക്കുടി ടൗണിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ NHലേക്ക് കയറി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി പുഴയുടെ ബ്രിഡ്ജിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിരപ്പള്ളി വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് വരുന്ന ചാലക്കുടി പുഴയുടെ തീരത്താണ് ചാലക്കുടി ടൗൺ സ്ഥിതി ചെയ്യുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ചാലക്കുടിയിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്കൊക്കെ. ഇതാണ് ചാലക്കുടി പുഴ. ഇനി നമ്മളിവിടുന്ന് നേരെ ഈ റൂട്ടിലൂടെ തന്നെ പോകുമ്പോൾ അടുത്തത് മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഡിവൈൻ നഗറാണ്. അത് കഴിഞ്ഞാൽ കൊരട്ടിയിലാണ് തൃശ്ശൂരിലെ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇൻഫോ പാർക്കിൻ്റെ അടുത്ത് ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് കൊരട്ടിയിൽ. ഇതൊക്കെ വന്നതോടുകൂടി തന്നെ കൊരട്ടിയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പാസഞ്ചർ മെമു ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ള ഒരു ടൗൺ കൂടിയാണ് കൊരട്ടി. അപ്പോൾ നമ്മൾ ഡിവൈൻ നഗറിൽ നിന്ന് വീണ്ടും തിരിഞ്ഞു ചാലക്കുടി ടൗണിലേക്ക് തന്നെ പോവുകയാണ്. ഡിവൈൻ നഗറിൽ ഒരുപാട് ഫാസ്റ്റ് പാസഞ്ചേഴ്സിനൊക്കെ സ്റ്റോപ്പുണ്ട്, സൂപ്പർ ഫാസ്റ്റിനില്ല. വീണ്ടും ചാലക്കുടി പുഴയുടെ മുകളിലൂടെ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം, ഇതാണ് ഡി സിനിമാസ് എന്ന് പറയുന്ന ചാലക്കുടിയിലെ മറ്റൊരു സിനിമാ തിയേറ്റർ. ഇവിടേക്ക് വരാൻ താഴെക്കോട് വേറെ വഴിയുണ്ട്. നമ്മൾ വീണ്ടും ടൗണിൻ്റെ ലെഫ്റ്റിലേക്ക് കടക്കുകയാണ്. ഈ റോഡ് നേരെ പോകുന്നത്
ചാലക്കുടി ടൗണിലേക്കാണ്. വേണമെങ്കിൽ ഓവർബ്രിഡ്ജിൻ്റെ താഴെ കൂടെ തന്നെ നമുക്ക് തൃശ്ശൂർ റൂട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ പോണതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നേരത്തെ കണ്ടിരുന്ന ആ ഒരു ടൗൺ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കൊക്കെ പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ KSRTC ബസ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇരിഞ്ഞാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സൊക്കെ ഈ സ്റ്റാൻഡിൽ തന്നെയാണ് പുറപ്പെടുന്നത്. അങ്ങനെ ഓവർബ്രിഡ്ജിൻ്റെ താഴെയുള്ള ജംഗ്ഷനിൽ നമ്മളെത്തി. ഇവിടെ നിന്നും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അതായത് ആലുവ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മൾ ഓവർബ്രിഡ്ജ് കയറാതെ ലെഫ്റ്റിലോട്ട് ഇറങ്ങിയിട്ട് അടുത്ത ജംഗ്ഷനാണിത്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാലാണ്, ഇപ്പം അത്യാവശ്യം യാത്രകൾക്കൊക്കെ വരുന്ന ആളുകൾക്കാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്ന റോഡാണിത്. ഇത് നേരെ പോകുന്നത് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഈ റോഡിൽ ടൈലുകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് റോഡാണ്. എനിക്കൊന്നും ഇവിടെ മഴവെള്ളമൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ടാറിങ് ഇടാഞ്ഞത്. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. ഈ കാണുന്നതാണ് ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചറൊക്കെ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡാണ്. വീണ്ടും നമ്മൾ ആ ജംഗ്ഷനിലോട്ട് തിരിച്ചെത്തി. ഇനി നേരെ നമ്മൾ പോകുന്നത് ചാലക്കുടി ടൗണിലേക്കാണ്. ഇവിടെ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീണ്ടും ചാലക്കുടി ടൗണിൽ കൂടി തൃശ്ശൂർക്ക് വേണമെങ്കിൽ പോകുന്ന റോഡാണ്. നേരെ നമ്മൾ പോവാണ് ചർച്ചിൻ്റെ ഒക്കെ ഭാഗത്തോടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ചർച്ച് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വീതി കുറഞ്ഞ റോഡാണ്. ഒരു സ്ട്രീറ്റ് റോഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ റോഡാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ റൈഡ് ഇഷ്ടപ്പെട്ട റോഡുകളാണ് ഇങ്ങനത്തെയൊക്കെ. ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ പാടമൊക്കെ ഉണ്ട്. ഇത് ടൗണാണെന്നുള്ളൊരു പ്രതീതിയില്ല ഈ സൈഡിലേക്ക് വരുമ്പോൾ. പക്ഷേ റോഡിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഇത് ചാലക്കുടി മാർക്കറ്റാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ 2025 ചാലക്കുടിയിലെ എസ്റ്റിമേറ്റഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 69,000 ആണ്. ചാലക്കുടി മുനിസിപ്പാലിറ്റി രൂപവൽക്കരിച്ചത് 1970-ലാണ്. അതേസമയം ചാലക്കുടി ഒരു താലൂക്ക് കൂടിയാണ്. ചാലക്കുടി താലൂക്ക് നിലവിൽ വന്നത് 2013-ലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചാലക്കുടി ടൗണിൻ്റെ ഉള്ളിലെ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് പഴയ ഹൈവേ ആണെന്നൊരു സംശയമുണ്ട്. കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അല്ലാതെ ഇത്രയധികം വീതിയിൽ പല ടൗണുകളിലും നമുക്ക് കാണാൻ പറ്റില്ല ഇത്രയും വീതിയിലൊരു റോഡ്. എന്തായാലും ട്രാഫിക്കൊന്നും അധികം അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു റോഡ് തന്നെയാണ് ചാലക്കുടി ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഈ റോഡ്. നമ്മുടെ ടൗണിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു റോഡ്, ഇത്രയും വീതിയുള്ള റോഡ് കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണ്. കാരണം മറ്റുള്ള ടൗണുകളൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി നിർത്തി ഒരാളെ ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ചാവക്കാട് ടൗണൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ടൗണിൻ്റെ ഉള്ളിൽ റോഡുകളിൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ചാവക്കാട് മാത്രമല്ല, പറവൂർ, കൊടുങ്ങല്ലൂരൊക്കെ അത്യാവശ്യം കൺജസ്റ്റഡ് ആണ് റോഡ്. ടൗണിൻ്റെ ഉള്ളിലുള്ള റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഏത് സമയം നമുക്ക് ട്രാഫിക് ബ്ലോക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടി വരും. പിന്നെ തൃശ്ശൂർ MG റോഡിനെ കുറിച്ച് പറയാണ്ടിരിക്കുക ഭേദം. ഇപ്പം അത് വീതി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു റോഡിലേക്ക് തിരിച്ചെത്തി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ഈ ഒരു ഹൈവേ, പഴയ ഹൈവേ എന്ന് തോന്നുന്നു. ഇത് ചാലക്കുടി ടൗണിൻ്റെ ഉള്ളിൽ കൂടെ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. നല്ല വീതി തന്നെയാണ് ഈ ഒരു റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് പോയി റൈറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളി
മലക്കപ്പാറ റൂട്ടിലേക്ക് പോകാൻ പറ്റും. സ്റ്റേറ്റ് ഹൈവേ 21 ആണത്. മലക്കപ്പാറ വരെ ഏകദേശം 86 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് തന്നെ. ചാലക്കുടി ടൗണിൽ നിന്ന് KSRTC ബസ്സൊക്കെ പോകുന്ന റൂട്ട് കൂടിയാണത്. തുമ്പൂർമുഴി ഡാം, അതിരപ്പള്ളി, വാഴച്ചാൽ ഇതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ് ഈ റൂട്ടിലെ. ഇതാണ് ഏറ്റവും തിരക്ക് പിടിച്ച ടൗണും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാൻഡ്സും അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, സ്റ്റേറ്റ് ഹൈവേ 21 പുറമെ സ്റ്റേറ്റ് ഹൈവേ 51 സ്റ്റേറ്റ് ഹൈവേ 61 ചാലക്കുടിയുടെ ഭാഗം തന്നെയാണ്. ഇതാണ് അതിരപ്പള്ളിയിലേക്ക് തിരിയുന്ന റൂട്ട്. ഇതിന് നേരെ പോയാലാണ് അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ ഒക്കെ എത്താൻ പറ്റുക. ഇവിടുന്ന് അതിരപ്പള്ളി വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോഡുകളിലൊന്നാണ്. ഇടയ്ക്കൊക്കെ ആദ്യമൊക്കെ ഞാൻ റൈഡിന് പോകുന്നൊരു റോഡായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് പോകാറില്ല. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ ചാലക്കുടി എക്സ്ക്ലൂസീവ് ചാലക്കുടി ടൗൺ റിവ്യൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. നമ്മളപ്പം അങ്ങനെ ഇവിടെ തിരിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനൊക്കെ ഉണ്ട്. ചാലക്കുടി ടൗണിലെ തിരക്ക് പിടിച്ച മേഖലകളാണ് കേട്ടതൊക്കെ. ഇതിപ്പോൾ വീണ്ടും നമ്മൾ തൃശ്ശൂർ റോഡിലേക്ക് എത്തിക്കുകയാണ്. ഇത് നേരെ പോകുന്നത് NH-ലേക്കാണ്. NH 544 പിന്നെ റൈറ്റ് തിരിഞ്ഞ് നമുക്ക് തൃശ്ശൂരിലേക്ക് പോവാം. പക്ഷേ ആദ്യമൊക്കെ ഇവിടെ നേരെ കയറാൻ പറ്റിയിരുന്നു. ഇപ്പം ഇവിടെ ക്ലോസ്ഡ് ആണ്. അതായത് ഇവിടുത്തെ സിഗ്നലുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വീണ്ടും ഓവർബ്രിഡ്ജിൻ്റെ താഴെക്കൂടെ U-ടേൺ എടുത്തിട്ട് വേണം തൃശ്ശൂർക്ക് പോകാൻ. ചാലക്കുടി ടൗണ് പരമാവധി കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.